ഹലോ, ക്രിസ്മസ് ഒക്കെ എടുത്തു എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലെ പോലെ തന്നെ ഇവിടെയും കുറച്ച് പരീക്ഷകളും കാര്യങ്ങളും തിരക്കും ഒക്കെ കാരണം റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വൈനിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ച് ഒരു കിഡിലൻ പ്ലം കേക്ക് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് നിറച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പീസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഇതിൻ്റെ ബാറ്റർ ആണെങ്കിലും കേക്കിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ലുക്ക് ഒക്കെ വ്യത്യാസമാണ്. നല്ല ഡാർക്കായിട്ടുള്ള നല്ല റിച്ച് പ്ലം കേക്കാണ്. ഇത് പറയാൻ പറ്റത്തില്ല. നിങ്ങളത് കണ്ടിട്ട് നിങ്ങളത് ഉണ്ടാക്കി കഴിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ പ്ലം കേക്കിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവാണ്. നമ്മളിവിടെ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അളവിൽ നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരി അഥവാ റേസിനാണ്. അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഉള്ള 1/2 കപ്പിൽ 1/4 കപ്പ് നട്ട്സും 1/4 കപ്പ് ചെറിയും ഫ്രൂട്ടിയും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. അപ്പോൾ 1/4 കപ്പ് നട്ട്സിൻ്റെ അകത്ത് കാഷ്യൂ, ബദാം അത് രണ്ടും നമുക്ക് മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേതെങ്കിലുമൊക്കെ കുറവുണ്ട് അതനുസരിച്ച് മറ്റേ ഐറ്റം നമ്മൾ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഫ്രൂട്ടി ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ചെറി മാത്രമാണ് കട്ട് ചെയ്ത് 1/4 കപ്പ് വെച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ബീട്രൂട്ട് വൈൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് വെച്ചിട്ടൊരു ഐറ്റമായിട്ടാണ് വരാൻ പോകുന്നതെന്ന്. അപ്പം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മുടെ ബീട്രൂട്ട് വൈൻ്റെ അകത്താണ് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് 1.5 കപ്പ് ബീട്രൂട്ട് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിന് വൈൻ്റെ ഫ്ലേവർ എല്ലാം അതിലേക്ക് അങ്ങ് വരും. ഇനി നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏലക്ക ചേർക്കുന്നുണ്ട്. ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, കറുവേപ്പട്ട 2 വലിയ കഷ്ണത്തെ ചെറുതായിട്ട് മുറിച്ചതാണ്. പിന്നെ ചുക്ക് വളരെ കുറച്ച് അളവിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ എന്നിട്ടൊന്ന് പൊടിച്ച് വെച്ചേക്കുക. നമ്മൾ റെഡിയാക്കേണ്ടത് നമ്മുടെ കാരമൽ സിറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി 2 കപ്പ് പഞ്ചസാര നമ്മൾ നല്ല ചൂടായ പാനിലേക്ക് ചേർക്കുവാണ്. സ്പൂൺ ഇല്ലാതെ നമ്മൾ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അതിനെ ഒന്ന് ചുറ്റിച്ചാൽ മതി പാത്രം എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത് കണ്ടോ ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈറ്റായിട്ടൊക്കെ ഫ്ലെയിം കുറയ്ക്കാം. പക്ഷെ പിന്നെ വീണ്ടും മീഡിയത്തിലേക്കാക്കി നമ്മളത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക ഇടയ്ക്ക്. അപ്പം ഇത് കണ്ടോ കളറൊക്കെ മാറി തുടങ്ങി. അത് കഴിഞ്ഞ് ആ കറക്റ്റ് കാരമൽ കളറൊക്കെ ആയി. അത് കഴിഞ്ഞ് പക്ഷെ നമ്മൾ അവിടെ നിർത്തുന്നില്ല. ഇത് കണ്ടോ അതിങ്ങനെ ചെറിയ കൊമളകളൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയ പരുവത്തിലെത്തുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരുപാട് പൊട്ടിത്തെറികളും ചീറ്റലും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് 1/2 കപ്പ് വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ച് നിങ്ങളതിനെ ഇനി സ്പൂൺ ഉപയോഗിച്ച് ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മളൊരു 100 ഗ്രാം ബട്ടർ, ചിലർ സൺഫ്ലവർ ഓയിൽ ചേർക്കാറുണ്ട്, പക്ഷെ പ്ലം കേക്കിന് നിങ്ങൾ ബട്ടർ ചേർക്കുന്ന കേട്ടോ നല്ലത്. പിന്നീട് നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസും ചേർത്ത് ഇതെല്ലാം നല്ലതായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുക. സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ആ വൈനിന്റെ ടേസ്റ്റിനോട് അത്ര താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിലെ ആ മിച്ചം വരുന്ന വൈൻ നിങ്ങൾ ചേർക്കുന്നത് ഒഴിവാക്കാം. ജസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരുന്ന 1.5 കപ്പില്ലേ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വൈൻ ഉൾപ്പെടെ. ടേസ്റ്റ് നിങ്ങൾക്ക് കേക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി. ഇത് കണ്ടോ തിളച്ചു തുടങ്ങും. ഇതിങ്ങനെ തിളച്ച് നല്ല പതങ്ങി പൊങ്ങി വരും. ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. 5-6 മിനിറ്റെങ്കിലും നിങ്ങൾ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ, ഞാനിവിടെ ബ്രൂ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതുകൂടെ ആഡ് ചെയ്യും. ആ കോഫി പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടോ കളറൊക്കെ കണ്ടോ ഇത് ഈ പരുവത്തിലിരിക്കും. പിന്നെ ഇത് കുറച്ച് വാട്ടറി ആയിരിക്കും. ഇതിനെ നന്നായിട്ട് ആറാൻ വെക്കണം. ഇതിന് ചൂടൊട്ടും പാടില്ല. 3 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സിയിൽ ഒരൊറ്റ കറക്ക് ലോ സ്പീഡിൽ 15 സെക്കൻഡ് കറക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബീറ്റർ ഇട്ടുള്ള പരിപാടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബീറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുട്ട. നന്നായിട്ട് ആറിയ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള നമ്മുടെ സിറപ്പിലേക്ക് നമ്മൾ ഈ മുട്ട അടിച്ചതും കൂടെ ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ ഇത് അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ സിറപ്പിലേക്ക്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയുള്ള നമ്മുടെ സിറപ്പിലേക്ക്, കാരമൽ സിറപ്പിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബാറ്റർ നമ്മൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ അതിനെ ഫോൾഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത് നോക്കിയേ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. പാന് ഉപ്പുകല്ലൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ
ഒരു കേക്ക് ടിന്നിൻ്റെ അകത്തോട്ട്. ഞാനിത് അമ്മ പണ്ട് വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പഴയൊരു അലുമിനിയം പാത്രം കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഒരു ബട്ടർ പേപ്പർ വെക്കാൻ മറന്നേക്കല്ലോ. ഇത് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് നമ്മുടെ ചൂടായ ചട്ടിയിലേക്ക് ഇത് വെച്ച് കൊടുത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പിടിക്കും. ഒരു 1.25 മണിക്കൂറോളം എടുത്തു ഇത് വെന്ത് കിട്ടാനായി. 1 മണിക്കൂർ, 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ ഇത് വേരി ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിൻ്റെ കളറിന് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇത് ഞാൻ റിവേഴ്സ് സൈഡാണ് ഇട്ടിരിക്കുന്നത്, കാരണം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ കിടക്കുന്നതുകൊണ്ട് അത് മേളി വരുന്ന പോലെ കാണിച്ചാൽ ഇവിടെ പിള്ളേർക്കൊക്കെ ഹാപ്പിയാകും. നമ്മുടെ ബീട്രൂട്ട് വൈൻ ആളൊരു ഭയങ്കര പുള്ളിയാട്ടോ. കാരണം നമ്മൾ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് മാസങ്ങളോളം വെക്കുന്ന അത്രയും തന്നെ ഇതിൽ 8 ദിവസം സോക്ക് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഭയങ്കര ആയിട്ടും അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് സോക്കായി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടും. നമ്മളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് വീട്ടുകാർക്കെല്ലാം ഉറപ്പായിട്ടും ബീട്രൂട്ട് വൈൻ പോലെ തന്നെ ഈ പ്ലം കേക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ മെറി ക്രിസ്മസ്.